ഈ സ്റ്റേജിലേക്ക് കയറാൻ ഏതാണ്ട് 2 അടി 2 ആൾ പൊക്കത്തിൽ അത്ര ഹൈറ്റുള്ള സ്റ്റേജാണ്. ഈ സ്റ്റേജിലൂടെ കയറി ഉമാ തോമസ് MLA സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതിന് കൈവരി ഉണ്ടായിരുന്നില്ല. സ്റ്റേജിന്റെ മുൻപിൽ അവിടെ ഇതുപോലുള്ള ഈ കാണുന്നത് പോലുള്ള ഈ റിബൺ വെച്ചിട്ടായിരുന്നു അതിന് നടന്നു പോകുന്ന. കൈവരിക്ക് പകരം ഈ തൂണുകളും ഈ റിബണുമായിരുന്നു മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പിടിച്ചപ്പോൾ താഴേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇത്രയും ഉയരമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ഉയരത്തിലാണ് താഴേക്ക് വീണത്. സ്റ്റേജിന്റെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഹൈറ്റിൽ തന്നെയാണ് സ്റ്റേജ് ക്രമീകരിച്ചത്. നിലവിൽ അറിയുന്നതനുസരിച്ച് ആ വീഴ്ചയിലുണ്ടായ പരിക്കുകളാണ് എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നിവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സംഭവിച്ചത് ഇതാണ്: ഇങ്ങനെ ഒരു സ്റ്റേജ് ക്രമീകരിച്ചപ്പോൾ അല്പം കൂടി സുരക്ഷിതമായ ഒരു കൈവരി മുകളിൽ ഒരുക്കേണ്ടിയിരുന്നു. അതിന് പകരം ഈ കാണുന്നത് പോലുള്ള സാധാരണ താഴെയൊക്കെ നമ്മൾ വിൽക്കുന്നത് പോലുള്ള ഒരു റിബൺ വെച്ച് ആ സ്റ്റേജ് ക്രമീകരിച്ചതാണ്. അപ്പോൾ അവിടേക്കാണ് വീണത്. ആ വീഴ്ചയിലുണ്ടായ ആഘാതമാണ് പരിക്കുകൾക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വന്ന് വീഴുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പോൾ തന്നെ MLA ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളടക്കം പറയുന്നത്. മിനിസ്റ്റർ അടക്കം ഇവിടെയുണ്ട്, സ്റ്റേജിലുണ്ട്. പരിപാടി നടക്കുന്നത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കടക്കം പോകുന്നതിൽ ചില ബുദ്ധിമുട്ടുണ്ട്. സ്റ്റേജിൽ പരിപാടി ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ കൈലാസത്തിന്റെ ടീമിലാണ് കല്യാണത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂ കളർ സാരി വന്നത്. ശരി, ആ പരിപാടിയോടെ പുരോഗമിക്കുന്നു. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു പ്രാഥമികമായ വിവരം അത്ര ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകില്ല എന്നുകൂടി അറിഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം മിനിസ്റ്ററൊക്കെ പരിപാടിയിൽ തുടരുന്നതെന്നാണ് അറിയുന്നത്. കാരണം 10-12,000-ഓളം ആളുകൾ അണിനിരക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു വേൾഡ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ സ്റ്റേജിൽ നിന്ന് വീണാണിപ്പോൾ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റത്. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. റെനെ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ MLA ചികിത്സയിലുള്ളത്. നമുക്ക്